ഇത് വാൾഡോർ ലീക്കായിട്ട് അയച്ചാണ്. അപ്പോൾ അയച്ചപ്പം കണ്ട ഒരു കംപ്ലൈൻ്റ് ആണ്. ഓയിൽ സ്ലഡ്ജ് ഉണ്ടെന്ന് അറിയാൻ പറ്റി. എന്നാൽ ഇത്ര സ്ലഡ്ജ് ഉണ്ടെന്ന് അറിയണമെങ്കിൽ വാൾഡോർ അത് ഇതിനേക്കാൾ സ്ലഡ്ജ് ഈ ക്രാങ്ക് കേസിൽ കാണാം. അടിവശം അയച്ചാൽ മാറാതെ ഉണ്ടല്ലേ. ഇത് ഓയിലാണ് കട്ട് പിടിച്ചിരിക്കുന്നത് മൊത്തത്തിലുണ്ട്. ഇനി നമ്മളിത് ക്ലീൻ ചെയ്ത് ഇടുമ്പോൾ അവസ്ഥ എന്ന് വെച്ചാൽ ലീക്കുകളുണ്ടാവും ഈ ഒരു ഭാഗത്തു നിന്നൊക്കെ ഉണ്ടല്ലേ. നല്ല അത്യാവശ്യം സ്ലഡ്ജായ വണ്ടിയാണ്. ഓയിൽ സർക്കുലേഷൻ കാണേയില്ല. ഇതൊക്കെ ക്ലീൻ ചെയ്ത് വരുമ്പോൾ സൗണ്ടും നോയ്സും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇവിടെ ഓയിൽ മാറിയതിന് ശേഷമാണ് സൗണ്ട് വന്നതെന്ന് പറഞ്ഞ് ഒരുപാട് കസ്റ്റമർ അങ്ങനെ പരാതി പറയാറുണ്ട്. എന്നാൽ ഇതാണ് ഇതിൻ്റെ അവസ്ഥ. നമ്മൾ ഇതിനെ തന്നെ ഇങ്ങനെ എടുത്ത് സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു കംപ്ലൈൻറ്റും കാണില്ല. നമുക്കങ്ങനെ ചെയ്യാൻ തോന്നുന്നില്ല. അപ്പം നമ്മൾ ഇതിനെ ക്ലീൻ ചെയ്ത് ഫ്ലഷും കാര്യങ്ങളെല്ലാം ചെയ്ത് തന്നെ സെറ്റ് ചെയ്യണത്. പിന്നെ കസ്റ്റമർക്ക് നമ്മൾ അറിയിക്കണം. അറിയിക്കുമ്പോൾ ഈ ഒരു ഇതും കൂടെ അലേർട്ട് കൊടുക്കണം. ഇല്ലെങ്കിൽ കസ്റ്റമർ വിചാരിക്കും നമ്മളടുത്ത ഓയിലിൻ്റെ കുഴപ്പമാണെന്ന് പറയും. എന്നാൽ അവർക്കറിഞ്ഞൂടാ ഓയിൽ മാറാതെ പറ്റിയ സംഭവമാണെന്ന്. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് തോറ്റു. ഓയിലൊക്കെ മാറാത്തവർക്ക് ഈ വീഡിയോ ഒന്ന് അയച്ചെടുക്കണം കേട്ടോ. ഇതാണ് നിങ്ങളുടെ എഞ്ചിൻ്റെ അവസ്ഥയാണെന്ന്. ചിലർ വിചാരിക്കും ഓയിൽ കുഴപ്പമില്ലെന്ന് പറഞ്ഞ് ഓടുന്ന കുറേ പേരുണ്ട്. ഇപ്പം മാറിയല്ലേ ഉള്ളൂ, 6 മാസമേ ആയുള്ളൂ. ഇതാണ് അതിൻ്റെ അവസ്ഥ.